ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ ഓല യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓലയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് കാര്യങ്ങൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓലയുടെ സർവീസ് കാര്യങ്ങളിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഓല ഒരു ഇനീഷ്യേറ്റീവ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്താണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓല യൂസേഴ്സിന് കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഓല എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തികളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു വണ്ടി എടുക്കാൻ നോക്കുക. എന്താണെന്ന് നോക്കിയാലോ, ഓലയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഹൈപ്പർ സർവീസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാര്യങ്ങൾ അവർ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഓല യൂസേഴ്സിന് വരുന്ന അഡ്വാൻറ്റേജ് കാര്യങ്ങൾ എന്നെല്ലാം നമുക്ക് നോക്കിയാലോ. ഒത്തിരിയേറെ സർവീസ് ഇഷ്യൂസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കയ്യോടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വലിച്ചിട്ട് രണ്ടാർട്ട് വീഡിയോ ഇട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണ് നമ്മൾ ഓലയുടെ വെബ്സൈറ്റിലാണ് ശരിക്കും ഇതിപ്പോൾ ഒരു #ടാഗ് കൊടുത്ത് തന്നെ അവർ നൽകിയിട്ടുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓലയുടെ സർവീസ് ഇഷ്യൂസ്, അതുപോലെ തന്നെ സ്പെയർ ഇഷ്യൂസ് കാര്യങ്ങൾ. നിലവിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെങ്കിൽ പോലും ഇതുവരെ ഒരു ടേക്കപ്പ് കാര്യങ്ങൾ സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല, ഒരു പ്രോപ്പറായിട്ട് റെസ്പോൺസ് കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു കോമൺ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ഓലയുടെ സെയിൽസിന് കാര്യങ്ങൾ നല്ല രീതിയിൽ ബാധിച്ചു. അതേപോലെ തന്നെ ഓലയുടെ ഷെയർസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡൗണും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഓലയുടെ ഭാഗത്തു നിന്നൊരു വലിയൊരു അപ്ഡേറ്റ് കാര്യങ്ങളായിട്ട് അവർ ഈ ഒരു ഹൈപ്പർ സർവീസ് കാര്യങ്ങളിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈപ്പർ സർവീസ് കാര്യങ്ങളിൽ ഒത്തിരിയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു #, ഹൈപ്പർ സർവീസ് തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 3 കാര്യങ്ങളായിട്ടാണ് അവർ ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എന്നുള്ളത് 1000 സർവീസ് സെൻറ്റേഴ്സാണ് അവർ ഇനീഷ്യേറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ളതിനേക്കാളും 2 ഇരട്ടി സർവീസ് സെൻറ്റേഴ്സ് കാര്യങ്ങളാണ് അവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അത് ഡിസംബർ 2025 ആണ് ഒരു കംപ്ലീറ്റ് കാര്യങ്ങളാവും എന്നുള്ളതാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഇനീഷ്യേറ്റീവ് കറണ്ട്ലി എടുത്തിട്ടുണ്ട്. 2025 തന്നെ ഒരു 1000 സർവീസ് സെൻറ്റർ എന്നുള്ളൊരു ടാർഗറ്റ് കാര്യങ്ങൾ അച്ചീവ് ആവുന്നതാണ്. അപ്പോൾ അതോടുകൂടിയുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ സർവീസ് സെൻറ്റർ വരുന്നതോടുകൂടി ഈ ഒരു സർവീസ് സെൻറ്ററിൻ്റെ മുമ്പിൽ തന്നെ എല്ലാ വണ്ടികളും കെട്ടിക്കിടക്കുന്നത് ഒഴിവാകും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സർവീസ് സെൻറ്റർ ആകുമ്പോൾ തന്നെ കുറച്ചുകൂടി ആ ഒരു സർവീസ് കാര്യങ്ങൾ ഫാസ്റ്റ് ആകും. അപ്പോൾ റെസ്പോൺസ് കാര്യങ്ങളും സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ളത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. സർവീസ് സെൻറ്റേഴ്സ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്നത്. കാരണം ആഫ്റ്റർ മാർക്കറ്റ് സെയിൽ കാര്യങ്ങൾ മോശമായതുകൊണ്ടാണ് ഓലയ്ക്ക് വളരെയേറെ നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെയിൽസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ലൊരു മോഡലാണ്. EV സ്കൂട്ടേഴ്സ് തന്നെ വളരെയേറെ സെയിൽസ് കൂടിയൊരു മോഡലാണ് ഓലയുടെ മിക്ക മോഡൽസും. സോ സർവീസ് സെൻറ്റർ കാര്യങ്ങൾ ഇനി അവർ കൂട്ടിയില്ലെങ്കിൽ വലിയൊരു നെഗറ്റീവ് തന്നെയാണ് വരാൻ പോകുന്നത്. സോ 1000 സർവീസ് സെൻറ്റേഴ്സാണ് അവർ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് വന്നു വെച്ചാൽ ക്വിക്ക് സർവീസാണ് അവർ നൽകാൻ പോകുന്നത്. ക്വിക്ക് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1 ഡേ റെസൊല്യൂഷനാണ് ഓല യൂസേഴ്സിന് നൽകാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ വണ്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 ഡേ ആ ഒരു സർവീസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇഷ്യൂസ് കാര്യങ്ങൾ സോൾവ് ചെയ്ത് വണ്ടി നിങ്ങൾക്ക് ഡെലിവറി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ അതെന്ന് നിങ്ങൾക്ക് ഒരു സ്പെയർ വെഹിക്കിൾ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓലയുടെ ഒരു S1 തന്നെ നിങ്ങൾക്ക് സ്പെയർ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഒരു തടസ്സം വരാണ്ടിരിക്കാൻ വേണ്ടി അവർ ബദലായിട്ട് നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ടൊരു വണ്ടി അവിടെ നിന്ന് നൽകുന്നതായിരിക്കും. 1 ഡേ മുകളിൽ നിങ്ങളുടെ റിപ്പയർ കാര്യങ്ങൾ എടുക്കുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ. സോ ആക്സിഡൻറ്റ് പറ്റിയ ആ ഒരു കേസ് കാര്യങ്ങൾക്കൊന്നും ഇത് പ്രാക്ടിക്കലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാണ്ട് നിങ്ങളുടെ ഹാർഡ്വെയർ ഇഷ്യൂസ് പിന്നെ സോഫ്റ്റ്വെയർ ബഗ്സ് കാര്യങ്ങൾ വന്നതിൻ്റെ ബേസിലാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 ഡേക്ക് മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു അഡീഷണൽ വണ്ടി നൽകും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഓല ക്യാബ് കൂപ്പൺസ് കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഓല ക്യാബ് കൂപ്പൺസ് കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സോ സെക്കൻഡ് വന്നു വെച്ചാൽ ക്വിക്ക് സർവീസ് കാര്യങ്ങളാണ് അവർ ഗ്യാരണ്ടി നൽകിയിട്ടുള്ളത്. അത് ഈ ഒക്ടോബർ 10 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒക്ടോബർ 10 മുതൽ എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 10 ഡേയ്സ് ഇനി മാക്സിമം ഉള്ളൂ. സോ അതിനുശേഷം ക്വിക്ക് സർവീസ് കാര്യങ്ങൾ പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ് ഓലയുടെ സർവീസിൻ്റെ പോർഷനിൽ നിന്ന് വരുമ്പോൾ. ഇനി തേർഡ് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AI പവേർഡ് സർവീസാണ് ഇനി തേർഡ് പോർഷനായിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന AI പവേർഡ് ആയിട്ടുള്ള സർവീസാണ് നെക്സ്റ്റ് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിലുള്ള സോഫ്റ്റ്വെയർ ബഗ്സ് കാര്യങ്ങൾ അവർക്ക് ഓൺലൈൻ ത്രൂ തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് കാര്യങ്ങളാണ് ഓൺലൈനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിനി ഷോറൂംസിൽ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കാര്യങ്ങൾ ചെന്നിട്ട് എനിക്ക് സോഫ്റ്റ്വെയർ ബഗ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി വഴിയിൽ വെച്ചു കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല പെട്ടി വണ്ടിയിലും കയറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
അവർ ഓൺലൈൻ ത്രൂ തന്നെ പവേർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി വെച്ച് അവർ ഓൺലൈൻ ത്രൂ തന്നെ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ സോൾവ് ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിലൂടെ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ അത് ഇംപ്ലിമെൻ്റ് ആയി പ്രാക്ടിക്കലി നല്ലൊരു അപ്ഡേറ്റ് കാര്യങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഒത്തിരിയേറെ പേര് വഴിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബഗ്സ് കാരണം വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എടുക്കാൻ പോലും പറ്റാണ്ട് വഴിയിൽ നിർത്തി വയ്ക്കേണ്ട അവസ്ഥ. അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു വലിയൊരു ഹെൽപ്പായിരിക്കും അങ്ങനെയുള്ള യൂസേഴ്സിന് കാര്യങ്ങൾക്ക്. സോ ഒരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഇനി വന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓലയുടെ കെയർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2,999 ആണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് GST കാര്യങ്ങൾ വരും. അപ്പോൾ ആ ഒരു ഓല കെയർ പ്ലസ് എടുക്കുന്ന ഒരു വ്യക്തികൾക്ക് ഓലയുടെ ക്യാബ് കൂപ്പൺസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ഇൻ കേസ് ഓഫ് ഡിലേ ആണ്, സർവീസ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ ഓലയുടെ ക്യാബ് കാര്യങ്ങളുടെ കൂപ്പൺ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 24/7 റോഡ് അസിസ്റ്റൻസ് കാര്യങ്ങൾ, ഫ്രീ ലേബർ ഓൺ സർവീസ്, അതുപോലെ നമുക്ക് ഹോം സർവീസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണെന്നാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. 24x ഡോക്ടർ ആൻഡ് ആംബുലൻസ് സർവീസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻസ് കാര്യങ്ങളുടെ ബേസിലായിരിക്കാം ആ ഒരു 24x ഡോക്ടർ ആൻഡ് ആംബുലൻസ് സർവീസ് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ തെഫ്റ്റ് അസിസ്റ്റൻറ്റ് ഹെൽപ്പ് ലൈൻ കാര്യങ്ങൾ, ഫ്രീ കൺസ്യൂമബിൾസ് കാര്യങ്ങൾ, അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഓല കെയർ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നൽകുന്നുണ്ട്. അത് അഡീഷണൽ കോസ്റ്റ് വരുന്നതാണ് 2,999 രൂപ പ്ലസ് GST ആണ് വരുന്നത്. സോ ആ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ ഓല കെയർ പ്ലസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ അത് എത്ര നാളത്തേക്കാണ്, ഇപ്പോൾ 1 ഇയറിലേക്കാണോ ഈ ഒരു എമൗണ്ട് എന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതൊരു ഡൗട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് അത് ക്ലിയർ ആവുകയെന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്തേക്കാം. സോ അങ്ങനെ ഒരു ഫീച്ചർ കൂടി അവർ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഓല ക്യാബിൻ്റെ അത് ന്യൂ ഫീച്ചറായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓലയുടെ ക്യുക്ക് ബുക്കിംഗ് ആണ് നൽകിയിട്ടുള്ളത്. സർവീസ് കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് വഴി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. അത് സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്. ഏതൊരു ഡേറ്റിലേക്കാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഡ്രോപ്പിംഗ് ടൈം പിക്കപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കൺഫേം ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ എത്രയാണ്, ബില്ലിംഗ് സമ്മറി എത്രയാണ് എന്നെല്ലാം ആ ഒരു ആപ്പിലൂടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു മൊബൈൽ ആപ്പിലും അതുപോലെ തന്നെ വണ്ടിയുടെ TFT ഡിസ്പ്ലേയിൽ കാര്യങ്ങളൊക്കെ ആ ഒരു അലേർട്ട് കാര്യങ്ങളും മെയിൻ്റെനൻസ് അലേർട്ട് കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളുടെ അലേർട്ട് കാര്യങ്ങളും എന്താണ് ആ ഇഷ്യൂ കാര്യങ്ങൾ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് മെയിൻലി ഓല കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹൈപ്പർ സർവീസ് എന്ന് പറഞ്ഞ ഫീച്ചറിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളും ഫീച്ചേഴ്സ് കാര്യങ്ങളും. സോ ഈ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വലിയൊരു ചേഞ്ച് തന്നെയാണ് ഓലയുടെ സർവീസിൻ്റെ പോർഷനിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു EV സ്കൂട്ടർ കൂടിയാണ് ഓലയുടെ മിക്ക മോഡൽസും. ഇപ്പം മെയിൻ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർവീസ് കാര്യങ്ങളാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ വളരെ വളരെ നെഗറ്റീവ് അടിച്ചാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു നിവർത്തിയില്ല, കാരണം കൊടുക്കാനും പറ്റില്ല, യൂസ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലാണ് പലരുടെയും ഒപ്പീനിയൻസ് കാര്യങ്ങൾ ഞാൻ ഓണർഷിപ്പ് റിവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഓലയുടെ സർവീസ് കാര്യങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ സെയിലിൻ്റെ കാര്യങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. സോ ഈ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഇൻ ഫ്യൂച്ചറിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആകാൻ ചാൻസ് കൂടുതലാണ്. സോ നല്ല രീതിയിൽ ഈ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഓലയ്ക്ക് സാധിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് വരുന്നത് നിങ്ങളുടെ ഓല യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ EV സ്കൂട്ടറിൽ ഓല നിങ്ങളൊരു ഓപ്ഷനായിട്ട് വച്ചിട്ടുണ്ട് എടുക്കാനെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു സർവീസ് ഇംപ്ലിമെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഒരു സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മോഡൽ എടുക്കാനേ ഞാൻ പറയുകയുള്ളൂ. അല്ലാതെ കയറി എടുത്ത് പണി മേടിച്ച് കൂട്ടി ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങൾ വരുന്നതിന് നിങ്ങളും വരാതിരിക്കാൻ നോക്കുക. സോ ഇത്രയൊക്കെ തന്നെയുള്ള ഓലയുടെ ഹൈപ്പർ സർവീസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ ബൈ.